അതെ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തമ്പിൽ എന്താണോ കൊടുത്തേക്കുന്നത് ആ ഒരു സാധനം തന്നെയാണ് ഞാൻ ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറയുന്നത്. ഒത്തിരി അങ്ങ് വലിച്ചു നീട്ടി പറയുന്നില്ല. പിന്നെ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ 2 പാർട്ടായിട്ട് ചെയ്യാനാ. ഈ ഒരു ഫസ്റ്റ് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെയൊക്കെ ആ ഒരു കമന്റ്സ് ഒക്കെ ഇതനുസരിച്ച് ഞാൻ രണ്ടാമത് ആ ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുക. അപ്പൊ ആദ്യം കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരു മാജിക് ഡ്രിങ്ക് ഉണ്ട്, അതിനെ പറ്റിയും പറയാമെന്ന് ഇങ്ങനെ വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ എൻ്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേണിയെ പറ്റിയാണ് പറയുന്നത്. ഇപ്പം എനിക്ക് 25 വയസ്സുണ്ട്. അതായത് ഞാനൊരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ ഒരു 18 ഒരു 19 ആ ഒരു ഏജിൽ, അതായത് ഡിഗ്രി ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ആ ഒരു ടൈം, അതായത് ഒരു 20 വയസ്സൊക്കെ ആ ഒരു ടൈമിലാണ് ഞാൻ ഫസ്റ്റ് തമ്പിൽ കൊടുത്തിരുന്ന ഫോട്ടോ ഉണ്ടല്ലോ, ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം. ഈ ഒരു ഫോട്ടോ, ഈ ഒരു കോലമായിരുന്നു ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുന്ന ഒരു ടൈമിൽ. എൻ്റെ പഴയ ഇൻസ്റ്റാഗ്രാമിൽ ഇതിലൊക്കെ ആ ഫോട്ടോസൊക്കെ കിടപ്പുണ്ടെന്ന് തോന്നുന്നു. ആ ഒരു ഇതിൽ തന്നെ ഇരുന്നതാണ്. അതിൽ നിന്നാണ് ഞാൻ ഈ സെക്കൻഡ് കൊടുത്തേക്കുന്ന ഈ ഒരു വെയിറ്റ് ഗെയിനിലോട്ട് ഞാൻ മാറിയതെന്ന് വെച്ചാൽ ഒത്തിരി പാടുപെട്ടാണ്. അതായത് അമ്മയാണ് മെയിനായിട്ട് എന്നെ ഇങ്ങനെ ഈ ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യിക്കാനായിട്ട് സഹായിച്ചത്. പുള്ളിക്കാരിങ്ങനെ അന്ന് നമ്മളിങ്ങനെ ഈ ഫോണിലൊന്നും വലിയ റെഫറൻസും കാര്യങ്ങളും വീഡിയോസൊന്നും നോക്കത്തില്ല. അപ്പം അത് കുറവാണ്. ഈ പഴയ ആയുർവേദ ബുക്കൊക്കെ ഉണ്ട്, ഇവിടെ അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയൊക്കെ ഈ ബുക്കിലൊക്കെ നോക്കി പുള്ളിക്ക് കുറേ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് തരുമായിരുന്നു. ചെയ്താണ് എനിക്ക് ശരിക്കും ഈ ഒരു വണ്ണം വെച്ചത്. ഞാൻ അത്യാവശ്യം നല്ല പോലെ ഒരു 35 അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ നിന്നെടുത്തു. ഭയങ്കര മോശമായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 60 കിലോയ്ക്ക് മുകളിലോട്ടൊക്കെ കയറിയിട്ടുണ്ട്. പിന്നെ ഒരു സമയത്താണെങ്കിൽ വണ്ണം വെച്ചിട്ട് എനിക്കിങ്ങനെ പഴയ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, ആ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. കവിളൊക്കെ നല്ലപോലെ തുടുത്ത് ചാടിയിട്ട് കണ്ണൊക്കെ ചെറുതായ ആ ഒരു രീതിയാണ്. അത്രയ്ക്ക് നല്ലപോലെ ഞാൻ വണ്ണം വെച്ചായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ചങ്ങ് ഒരു ഓവർ വണ്ണം പോലെ തോന്നിയപ്പം ഞാനായിട്ട് കുറച്ചു. ഇപ്പം പിന്നെ ഞാനായിട്ട് ഒരു കുറച്ച് ഡയറ്റും കാര്യങ്ങളിലൊക്കെ പോകുന്നത് കൊണ്ട് ഇപ്പം എനിക്കൊരു 57, 58 ആ ഒരു ഇതിലൊക്കെ നിൽക്കുക. പിന്നെ ഞാൻ നല്ലപോലെ ഇപ്പം പക്ഷേ ഫുഡ് കഴിച്ചാൽ നല്ലപോലെ കയറി വണ്ണം വെക്കുകയും ചെയ്യും. ആ സമയത്ത് ഞാൻ ഫുഡ് കഴിച്ചാൽ വണ്ണം വെക്കത്തേ ഇല്ലായിരുന്നു. എന്ത് കഴിച്ചാലും വണ്ണം വെക്കത്തില്ലായിരുന്നു. പിന്നെ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അത് ഞാൻ പറയാം. അപ്പോൾ മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഫോളോ ചെയ്ത് പോകണം. ഇപ്പോൾ ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ അരുത്തി തീറ്റ ഇല്ലാതാക്കണം. അതായത് അതിനെ അങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ അമ്മയൊക്കെ ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. ഇങ്ങനെ കുറച്ചിരിക്കുന്ന ആ ഒരു സ്വഭാവം. നമുക്ക് എന്ത് ഫുഡ് തന്നാലും അത് ഫുള്ള് കവർ ചെയ്ത് ആസ്വദിച്ച് ചവച്ചരച്ച് ഫുഡ് കഴിക്കണം. അതായത് നമ്മൾ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, എനിക്ക് ചില ഫുഡൊന്നും ഇഷ്ടപ്പെടാത്ത ഫുഡ് തരും. എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ചിക്കൻ, മീൻ അങ്ങനെയൊന്നും കഴിക്കില്ല. അപ്പം അതൊക്കെ കഴിയുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ പിടിക്കാത്ത രീതിയിലാണ് കഴിക്കുന്നത്. അങ്ങനെ ഒരു സാധനം ഇപ്പം എൻ്റെ ഒരു ഇത് പറയാം, അതൊരു മിത്തായിരിക്കും. അങ്ങനെ ചില കാര്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്ത് പിടിക്കത്തില്ലെന്ന് പറയും. നമ്മൾ ഫുഡ് ആസ്വദിച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ശരീരത്ത് പിടിക്കത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ശരിയായിട്ടുള്ളൊരു കാര്യമായിരുന്നു. അതുപോലെ നിങ്ങൾ എന്താണ് തരുന്ന ഫുഡ് എന്താണോ അത് നല്ല കറക്റ്റായിട്ട് ആസ്വദിച്ച് ആ ഒരു ഫുഡ് കഴിക്കണം. പിന്നെ നല്ല രണ്ടാമത് മീന് അല്ലെങ്കിൽ ചിക്കന് അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിക്കണം. ഞാൻ മീൻ കഴിക്കത്തില്ലായിരുന്നു, ഞാൻ വലിയ മീനൊന്നും കഴിക്കത്തില്ലായിരുന്നു. പിന്നെ ചിക്കൻ അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു, ബീഫ് കഴിക്കത്തില്ലായിരുന്നു, മട്ടൻ അങ്ങനെ കഴിക്കത്തില്ലായിരുന്നു. എനിക്കിതൊക്കെ കഴിക്കുമ്പോൾ അങ്ങ് ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് ഈ കരൾ ഐറ്റംസ് ഒന്നും ഞാൻ ഇപ്പോഴും കഴിക്കത്തില്ല. ചിലർക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അത് എന്താണോ, ഈ ചിക്കൻ ആയാലും ഇതായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കുറേച്ചെങ്കിലും ആ ഒരു രീതിക്ക് എല്ലാ ഫുഡും നമ്മൾ കവർ ചെയ്ത് കഴിക്കണം. അങ്ങനെ കവർ ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ശരീരത്തിൽ പിടിക്കും. അതും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ എല്ലാ ദിവസവും ഡെയിലി ഒരു താറാമുട്ട വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കണം. താറാമുട്ട കഴിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ നമുക്ക് ബോഡി വണ്ണം വെക്കുന്ന ഒരു കാര്യമാണ്. ഡെയിലി ഓരോ താറാമുട്ട പുഴുങ്ങിയത് കഴിച്ചു കഴിഞ്ഞാൽ നല്ലപോലെ നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ താറാമുട്ട എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് അതിനെപ്പറ്റി ഇങ്ങനെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉണക്കമുന്തിരി ഇല്ലേ, ഉണക്കമുന്തിരി എന്ന് പറയുന്നത് കറുത്ത ഉണക്കമുന്തിരി. ആ ഉണക്കമുന്തിരി നമ്മൾ രാത്രിയിൽ എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് കുറച്ച് വെള്ളത്തിൽ, പച്ചവെള്ളമായാലും തിളപ്പിച്ച വെള്ളമായാലും, അതിനകത്ത് ഒരു ഗ്ലാസ്സിനകത്ത് കുറച്ച് നമുക്ക് വേണ്ട അത്രയും ക്വാണ്ടിറ്റി, കുറച്ച് കൂടുതലെടുത്താൽ ഒത്തിരി ജ്യൂസ് കിട്ടും, കുറവെടുത്താൽ കുറച്ച് ജ്യൂസ് കിട്ടും. അപ്പോൾ അതനുസരിച്ച് ഒത്തിരി അങ്ങ് ഇടണ്ട, ആ ഒരു രീതിക്ക് ഇതാക്കിയിട്ട് അതിനകത്തോട്ട് ഇടുക.
എന്നിട്ട് അത് രാവിലെ ആകുമ്പോഴത്തേക്ക് കുതിർന്ന് കഴിയുമ്പോൾ കഴുകി വേണം വെള്ളത്തിലിടാൻ. കുതിർന്ന് കഴിയുമ്പോൾ എന്ത് ചെയ്യണം, മിക്സിക്കകത്തോട്ട് ഇത് ജസ്റ്റ് ആ ഉണക്കമുന്തിരിങ്ങ ഇട്ട് അതുപോലെ തന്നെ ഈ ഉണക്കമുന്തിരി കുതിരാൻ വെച്ച വെള്ളം ഉണ്ടല്ലോ ആ വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അരിച്ച് വേണം കുടിക്കാൻ. കാരണം ഇത് നമ്മൾ ഡെയിലി കുടിക്കുമ്പോഴത്തേക്ക് കിഡ്നി സ്റ്റോൺ ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വണ്ണം വെക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു 1 മന്തോളം അടുപ്പിച്ച് കുടിക്കുക. വിശ്വസിക്കണം, ഈ ഒരു സാധനം കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പോലെ വണ്ണം വെക്കും. നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടും. ഒരു നാച്ചുറൽ ബ്ലഷ് എന്ന് പറയുന്ന സാധനം ഞാനിത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്തവർക്കെല്ലാം നല്ലപോലെ ഒരു എഫക്റ്റ് കിട്ടിയ ഒരു സാധനം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അതുപോലെ തന്നെ നമുക്ക് വിശപ്പും ഉണ്ടാവും, നമ്മുടെ ഫേസിനും നല്ലൊരു ഗ്ലോ കിട്ടും, ബോഡിയും വെക്കും. അതാണ് മൂന്നാമതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെന്ന് പറയുന്നത്, 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സാധനം കുടിക്കുന്നവർ. അതുപോലെ തന്നെ നിങ്ങൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പകരം ഈ ഡ്രിങ്ക് കുടിക്കുക. ഇല്ലെങ്കിൽ ഇതിനോടൊപ്പം തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾ കുറച്ച് നോർമൽ വെള്ളം, നമ്മുടെ വെള്ളം നല്ലപോലെ കുടിക്കുക. ഇപ്പം ഞാനാണെങ്കിൽ ഇതാ ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ ഞാൻ ഇപ്പോഴാണ്, പണ്ടൊന്നും ഈ ഒരു ബോട്ടിലൊന്നും ഇല്ല, നോർമൽ അല്ലെങ്കിൽ കപ്പിലോ ഇതിലോ ഒക്കെ വെള്ളം നല്ലപോലെ എഴുന്നേറ്റ് വന്നിട്ട് രാവിലെ എഴുന്നേറ്റ് വാ കഴുകിയിട്ട് നല്ലപോലെ വെള്ളം കുടിക്കും. പിന്നെ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിക്കുന്നവരാണെങ്കിൽ അതങ്ങ് കട്ട് ചെയ്യണം. മാക്സിമം കട്ട് ചെയ്തിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണം, നമ്മുടെ നോർമൽ വാട്ടർ. ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിലാണ് വെള്ളം കുടിക്കുന്നത്. പണ്ട് ഈ ബോട്ടിലൊന്നും ഇല്ല, സാധാ നോർമൽ ബോട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ ഇതുണ്ടല്ലോ കപ്പിനകത്തൊക്കെ ആയിരുന്നു വെള്ളം കുടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബോട്ടിലിനകത്തോ അല്ലെങ്കിൽ കപ്പിനകത്തോ നോർമലി തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി. വെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ ഈ പറഞ്ഞൊരു ഡ്രിങ്ക്, ഈ ഉണക്കമുന്തിരിങ്ങയുടെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. ചായ കുടിക്കുന്നവരാണെങ്കിൽ അതങ്ങ് മാക്സിമം ഒഴിവാക്കും. പിന്നെ ചിലർക്ക് ചായ ഇല്ലാണ്ട് പറ്റത്തില്ല. പക്ഷെ ഞാൻ ഒരു ഇത് പറയുന്നത് വെച്ചാൽ രാവിലെ നിങ്ങൾ കുറച്ച് നല്ലപോലെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടും, നല്ലപോലെ ഫുഡ് കഴിക്കും. അടുത്ത ടിപ്പെന്ന് പറയുന്നത്, നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ഇതുണ്ടല്ലോ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് 2 ഈത്തപ്പഴം, 2 ബദാം, അല്ലെങ്കിൽ വാൾനട്ട് ഉണ്ടെങ്കിൽ അത് 2 എണ്ണം, കാഷ്യൂനട്ട് ഉണ്ടെങ്കിൽ അത് 2 എണ്ണം, അങ്ങനെ അത് ഡെയിലി കഴിച്ചു വേണം. പിന്നെ എല്ലാവർക്കും ഒരേ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളും ഒന്നുമല്ല. നമ്മൾ ഒത്തിരി അങ്ങ് ഫിനാൻഷ്യലി അങ്ങ് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാർ, എല്ലാവരും നോർമലായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾ എന്ന് വെച്ചാൽ എപ്പോഴും ഈ ഒരു ക്യാഷും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത് എല്ലാവരും കയ്യിൽ പൈസ കാണത്തില്ല. പക്ഷെ ഇതൊരു ഇങ്ങനെ ചെയ്താൽ നല്ലതാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു 1 മന്തോളം അടുപ്പിച്ച് അങ്ങനെ ഒരു കാര്യം ചെയ്യണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇത് 2 എണ്ണം വെച്ച് കഴിച്ചാൽ മതി. അപ്പോൾ ഒരു പാക്കറ്റിൽ വാങ്ങിക്കുവാണെങ്കിൽ 2 എണ്ണം വെച്ചിട്ട് എല്ലാ ദിവസവും അടുപ്പിച്ച് കഴിക്കാൻ പറ്റില്ലെങ്കിലും ഒരു ദിവസം ഇടവിട്ട് കഴിക്കാൻ നോക്കണം. അങ്ങനെ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ 2 ഈത്തപ്പഴം, 2 കാഷ്യൂ, 2 ബദാം, വാൾനട്ട് വേണമെങ്കിൽ കഴിച്ചാൽ മതി. വാൾനട്ട് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ നിലക്കടല, കപ്പലണ്ടി, ആ ഒരു സാധനം വെയിറ്റ് വെക്കാൻ നല്ലൊരു സാധനം. അങ്ങനെ അത് കുറച്ച് കഴിക്കുക. അത് കുറച്ച് കഴിക്കുമ്പോൾ തന്നെ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഈ ഉണക്കമുന്തിരിങ്ങയുടെ ആയാലും ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കാര്യങ്ങളായാലും നിങ്ങളുടെ സ്കിന്നിന് തന്നെ നല്ലപോലെ വ്യത്യാസം ഉണ്ടാക്കും. അതുപോലെ തന്നെ ബോഡിയിലും വ്യത്യാസം ഉണ്ടാക്കും. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു കാര്യങ്ങളിലൊക്കെ ഉപരി എന്നെ ഏറ്റവും കൂടുതൽ ഈ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത ഒരു സാധനം എന്ന് പറയുന്നത് ഒരു ഡ്രിങ്കാണ്. അപ്പോൾ ആ ഒരു ഡ്രിങ്കിനെ പറ്റി ഞാൻ പറയാമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അടുത്ത വീഡിയോയിലാണ്. അപ്പം ഇങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ, ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഈ ഒരു ഡ്രിങ്കിനെ പറ്റി പറയുന്നതായിരിക്കും. നല്ല ഒരു ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ്. കാരണം ഞങ്ങളുടെ അമ്മ ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് ആണ് എനിക്ക് ഈ ഒരു, അതായത് ഞാൻ ഒരു ഒറ്റ ദിവസം കൊണ്ടൊന്നും കയറി വണ്ണം വെച്ചതൊന്നുമല്ല, ഏകദേശം ഒരു 3 മാസത്തോളം ഒക്കെ എടുത്തു. അതായത് പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഡ്രിങ്കാണ് ഈ ഒരു 3 മാസത്തോളം കയറി പെട്ടെന്ന്, ഈ ഒരു സാധനമൊക്കെ തന്നെ കുറച്ച് പെട്ടെന്ന് ചെയ്താൽ ഇച്ചിരി ടൈം എടുക്കുമായിരുന്നു. പക്ഷെ അതെന്ന് പറയുന്നത് പെട്ടെന്ന് കയറി എഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനം. അതുപോലെ തന്നെ നമുക്ക് ഏത്തക്ക എന്ന് പറയുന്ന സാധനം ഇപ്പോൾ ഡെയിലി കഴിച്ചാലും നല്ലപോലെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഏത്തക്ക എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് പൊടിച്ചായാലും ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ കൊടുക്കത്തില്ലേ, കാച്ചി കുറുക്ക് പോലെയൊക്കെ കുടിക്കുന്നതായാലും. പിന്നെ ഞാൻ ഷുഗർ ഉപയോഗിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഷുഗറൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒത്തിരി കഴിച്ചാൽ എനിക്ക് തല ഇതാവും. നിങ്ങൾക്ക് ഷുഗർ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ലെങ്കിൽ ഒത്തിരി ഷുഗർ കഴിക്കാതിരിക്കുന്നത് നല്ലത്. എന്നാലും ഒരു മിനിമം അളവിൽ ഷുഗർ കഴിക്കുന്നത് എപ്പോഴും നല്ലത്. കാരണം ഒത്തിരി അങ്ങ് ഷുഗർ കട്ട് ചെയ്താൽ നമ്മുടെ ബോഡിയിൽ അത്രയും വലിയ ഫാറ്റ് വയ്ക്കത്തില്ല. പിന്നെ ചില വീഡിയോയിലൊക്കെ ചിലർ പറയുന്നുണ്ട് 4 നേരം ഫുഡ് കഴിക്കണം, 5 നേരം ഫുഡ് കഴിക്കണം, ഇടയ്ക്ക് ചോറ് കഴിക്കണം. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയറി വെക്കുന്ന ആ ഒരു ഒരു വെയിറ്റ് എന്ന് പറയുന്നത്
നമുക്കത് ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റാണ്. അപ്പം അതിൻ്റെ കാര്യമില്ല. നിങ്ങൾ ഇപ്പം രാവിലെ നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്നു ഇഡലി ആയാലും അതിൻ്റെ ക്വാണ്ടിറ്റി ഒരു 2 എണ്ണം കഴിക്കുന്നത് ഒരു 4 എണ്ണം കഴിക്കുക. അതിൻ്റെ കൂടെ ഇതുപോലെ മുട്ട ആഡ് ചെയ്ത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ടൈമിൽ ഫ്രൂട്ട്സ് കാര്യങ്ങൾ ജ്യൂസ് അതൊക്കെ കുടിക്കുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിക്കുമ്പോൾ നിങ്ങളുടെ പ്ലേറ്റിനകത്ത് എന്താണെന്ന് വെച്ചാൽ കാർബോ കൂടുതൽ, ചോറ് കൂടുതൽ കഴിക്കുക. അതുപോലെ തന്നെ ബാക്കി എല്ലാ ഐറ്റംസും ചേർത്ത് അത് കഴിക്കുക. അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ നല്ലപോലെ വെള്ളം കുടിക്കുക. അപ്പം ഈ വാട്ടർ ഇൻടേക്ക് എന്ന് പറഞ്ഞൊരു സാധനം, വെള്ളം ഇങ്ങനെ എടുത്തെടുത്ത് നമ്മുടെ ബോഡിയുടെ ഇത് നോക്കിയിട്ട്, അതായത് വെയിറ്റ് നോക്കിയിട്ട് അങ്ങനെ നോക്കിയിട്ട് വേണം വെള്ളം കുടിക്കാനായിട്ട്. ഒത്തിരി ഓവറായിട്ട് എന്ത് സാധനമാണെങ്കിലും അത് ദോഷം ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വൈകുന്നേരം എന്താണെന്ന് വെച്ചാൽ സ്നാക്സ് അല്ലാണ്ട് ഈ നോർമലി കഴിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കുക. അത് കഴിഞ്ഞിട്ട് രാത്രിയിൽ നിങ്ങൾ ഫുഡ് കഴിക്കുക. എന്താണോ കഴിക്കുന്നത് ആ ഒരു ഫുഡ് കഴിക്കുക. അങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുള്ളൊരു രീതിയിൽ ഫുഡ് കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ടൈം മെയിൻറ്റെയിൻ ചെയ്ത് ഫുഡ് കഴിക്കുക. അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ മനസ്സിൽ പിടിച്ച് ആഹാരം കഴിക്കുക. അപ്പം തന്നെ നമ്മുടെ ശരീരത്ത് ആ ഒരു സാധനം പിടിക്കും. അങ്ങനൊരു കാര്യമുണ്ട്. പിന്നെന്ന് പറയുന്നത് മെയിനായിട്ട് കാർബോ നിങ്ങൾ നല്ലപോലെ അത്യാവശ്യം എടുക്കാന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ് കാർബോ എടുത്താലും ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ഇതാക്കിയാലും നമുക്ക് വരുന്ന ആ ഒരു ഫാറ്റ് എന്ന് പറയുന്നത് അൺഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു കാര്യം കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വേറൊരു കാര്യം പറയാം. നമുക്ക് തെറ്റായിട്ടുള്ളൊരു ധാരണയുണ്ട്, എക്സർസൈസ് ചെയ്താൽ വണ്ണം കുറയുമെന്ന്. എക്സർസൈസ് ചെയ്യുമ്പം വണ്ണം കുറയൽ മാത്രമല്ല വണ്ണം കൂട്ടാൻ. നമ്മൾ എക്സർസൈസ് ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടേ. വണ്ണം കൂട്ടാൻ, വെയിറ്റ് ഗെയിന് വേണ്ടി ചിലർ എക്സർസൈസ് ചെയ്യാറുണ്ട്, ചിലർ വെയിറ്റ് ലോസിന് വേണ്ടി ചെയ്യാറുണ്ട്. അതെല്ലാം ഓരോരോ ടൈപ്പ് രീതിയിലുള്ളത്. അപ്പം നിങ്ങളിപ്പം ജിമ്മിൽ പോയി എക്സർസൈസ് ചെയ്താൽ നല്ലപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ നമുക്ക് വിശക്കും. അത് വീട്ടിലായാലും നിങ്ങൾ ജിമ്മിലായാലും എക്സർസൈസ് ചെയ്യുന്നോണ്ടിരിക്കുന്ന ഒരാളെ എക്സർസൈസ് ചെയ്യാൻ എക്സർസൈസ് ചെയ്തിട്ട് ആ വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല പോലെ വിശക്കും. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുമ്പോൾ നല്ല പോലെ ആ ഒരു സാധനം ശരീരത്തിൽ പിടിക്കും. കാരണം ഞാൻ പറഞ്ഞില്ല എനിക്ക് വെയിറ്റ് വെച്ചായിരുന്നു. അപ്പം ഞാനൊരു 62, ചില സമയത്ത് 62-ലോട്ടൊക്കെ പോയി. അപ്പം എനിക്ക് കുറച്ചങ്ങ് ചബ്ബി ആയ പോലെ തോന്നിയായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ജിമ്മിൽ പോയി. പിന്നെ ജിമ്മിൽ പോകുന്നത് നമുക്ക് വെയിറ്റ് ലോസ് ഒരു ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ ആ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ ഫുഡ് കഴിച്ചാൽ നല്ലപോലെ കയറി വണ്ണം വയ്ക്കും. അവിടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. അപ്പം അല്ലെങ്കിൽ നിങ്ങൾ ഡാൻസ് കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊക്കെ ആ ഒരു രീതിക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക. എന്നിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു സാധനം സെറ്റ് ആവും. അപ്പം ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ പാർട്ടിൽ ആ ഡ്രിങ്കിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റ.